Okay, good morning. We studied about refuge, nutrition, some common food items also we studied. I think that section is over. നമ്മൾ ആ ഭാഗം കഴിഞ്ഞാൽ തോന്നുന്നു ഓരോ ഫുഡ് ഐറ്റത്തിലും പെടുന്ന ന്യൂട്രീഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു തന്നത് എന്തല്ലേ? ഹാവ് വി കംപ്ലീറ്റഡ് ദാറ്റ്? അത് കംപ്ലീറ്റ് ചെയ്തായിരുന്നോ നമ്മള്? ഓരോ ഫുഡ്, അതായത് സ്പിനാച്ചിന്റെയും ക്യാരറ്റിന്റെയും ക്ലാരിഫൈഡ് ബട്ടർ, അതായത് ഗീയുടെ ഒക്കെ നമ്മൾ പഠിച്ചതല്ലേ? ഓക്കെ, ഐ തിങ്ക് നെക്സ്റ്റ് വി ഹാവ് ടു ഡു that is finished. Energy giving food, body building food, protective food, that is over, isn't it? That to complete. I think next we have to study balanced diet. Am I correct or not? Yes, correct. Very good. So what is a balanced food? Balanced food means the food which has all the, means we know that we need the quantity of minerals, proteins, then other things, compounds എല്ലാം നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അളവിലാണ് വേണ്ടത് അല്ലെ? ഓരോ ഫുഡിലും വ്യത്യസ്തമായിട്ട് അടങ്ങിയിരിക്കുന്നു. നമുക്ക് ആവശ്യമായതും വ്യത്യസ്ത അളവിൽ, not in the same ratio. So a balanced diet is the one that contains the proper amount of each nutrient. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രീഷൻസും കൃത്യമായിട്ട് അടങ്ങിയിട്ടുള്ള അളവിലുള്ള ഭക്ഷണത്തിനാണ് നമ്മൾ ബാലൻസ്ഡ് ഫുഡ് എന്ന് പറയുന്നത്. ഇൻ മലയാളം we say സമീകൃത ആഹാരം. And we say that milk is a balanced diet. മിൽക്ക് എന്ന് പറയുന്നത്, മിൽക്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ്, വിറ്റമിൻസ് എല്ലാം കറക്റ്റ് അളവിലാണുള്ളത്. അതുകൊണ്ട് മിൽക്ക് ഈസ് നോൺ ആസ് എ ബാലൻസ്ഡ് ഡയറ്റ്. To remain healthy, you need all the nutrients in the right amount. And we studied fat is good, but if you eat more fat, what will happen? We studied what will happen. ഹരിനന്ദ, ഫാറ്റ് നമുക്ക് ആവശ്യമാണ്, പക്ഷെ ഓവർ ഫാറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് കൊഴുപ്പുകൾ കൂടുതലായാലും എന്ത് സംഭവിക്കുന്ന പഠിച്ചേ? It will for heart function it will not be good. Heart in the correct function ഇത് ശരി എന്നല്ല, heart diseases will be there. So like the same way, to remain healthy we need all the nutrients in the correct amount. എത്ര വേണം നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട് അത്രയും കറക്റ്റ് എമൗണ്ട് ആണ് നമുക്ക്. കൂടുതലായാലും പ്രശ്നം, even if it is less also. And we studied sugar is energy giving food, but if we eat more sugar, what will happen? We will become a diabetic patient. Like the same way, no single food item contains all the nutrients. This is a fact. No food item contains the correct all minerals. അതായത് എല്ലാ മിനറൽസും കൂടെ കറക്റ്റ് എമൗണ്ടിലുള്ള ഫുഡ് ഐറ്റംസ് ഒന്നുമില്ല, only milk. How a balanced diet means the food item that contains proper amount of each nutrient. എല്ലാ ന്യൂട്രിയന്റും കറക്റ്റ് അളവിൽ, പ്രോപ്പർ അളവിലുള്ള ഫുഡ് ഐറ്റം ആണ് a balanced diet. However, a balanced diet is not the same for everyone. It depends upon age, sex, and the type of work that one person do. See, balanced diet means I told only milk is known as a balanced diet. സമീകൃത ആഹാരത്തിൽ നമുക്ക് കൃത്യമായിട്ട് പെടുത്താൻ പറ്റുന്ന മിൽക്ക് മാത്രമേ ഉള്ളൂ, അതിലാണ് എല്ലാ അളവും കൃത്യമായിട്ടുള്ളത്. Even that too, if we drink more milk, for a person one who is having more fat and all, it is not good for them. But for growing children, milk is a complete diet. കംപ്ലീറ്റ് ആയിട്ടുള്ള ബാലൻസ്ഡ് ഫുഡ് എന്ന് പറയാൻ പറ്റും, എല്ലാം അടങ്ങിയിട്ടുള്ള. പക്ഷെ ഒരു കുറച്ച് ആയ ആൾക്ക്, അതായത് കുറച്ച് കൊഴുപ്പ് കൂടുതലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫാറ്റ് മിൽക്കും ഒരുപാട് കഴിക്കുന്നത് നല്ലതല്ല. ഓക്കെ, എനിവേ ഇറ്റ് ഡിഫറൻസ് ഫോർ persons according to their sex, age, and the work they do. Now for example, children, ഞാൻ പറഞ്ഞു കുട്ടികൾ വളരുന്ന പ്രായമാണ്, they are in the growing age, they need more energy, isn't it? So you need all, but for a old person, കുറച്ച് പ്രായമായ ആൾക്ക് നിങ്ങളെ പോലുള്ള അത് ആവശ്യമില്ല, കാരണം നിങ്ങളെ പോലെ ഓടിച്ചാടി നടക്കുന്നില്ല അവര്. അപ്പൊ അവർക്ക് പിന്നെ ഗ്രോയിങ് ഏജ് ഒക്കെ കഴിഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രീതിയിലുള്ള ഫുഡ് അല്ല അവർക്ക് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ ഡിഫറൻസ് വരുന്നുണ്ട്. സോ എ ബാലൻസ്ഡ് ഡയറ്റ് ഇസ് നോട്ട് ദ സെയിം ഫോർ എവരി വൺ. എല്ലാവർക്കും ഒരേപോലെയുള്ള ബാലൻസ്ഡ് ഡയറ്റ് അല്ല, ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഏജ്, ദെൻ സെക്സ്, മീൻസ് ബോയ്സ് ഗേൾസ് എന്നുള്ള, അതായത് ലേഡീസ് ജെന്റ്സ്, അങ്ങനെ മെയിൽ ഫീമെയിൽ എന്നുള്ള ആ ഡിഫറൻസിൽ അത് ഡിഫറൻസ് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് വി നോ ദാറ്റ്
according to the type of work that we do. നമുക്കറിയാം, some people are working in the office. They are doing work in the office, but they do not have much physical effort. അല്ലെ? ഫിസിക്കൽ ഒരുപാട് ജോലി ചെയ്യുന്ന ആൾക്കാരല്ല ഓഫീസിൽ ഇരിക്കുന്നവർക്ക് ഒത്തിരി ഫിസിക്കൽ എഫോർട്ട് വരുന്നില്ല, ശാരീരികമായിട്ട് അധ്വാനം വരുന്നില്ല. ബട്ട് എ പേഴ്സൺ, എ പോർട്ടർ ഓർ എ ലോഡിംഗ് പേഴ്സൺ ഓർ എ ഫാർമർ, ദേ നീഡ് മച്ച് ഫിസിക്കൽ എഫോർട്ട്. അല്ലെ? ഒരു ഫാർമർക്ക് അല്ലെങ്കിൽ ഒരു ലോഡിംഗ് പണി ചെയ്യുന്ന ആൾക്കാർ, ഒരു പോർട്ടർക്ക്, അല്ലെ അങ്ങനത്തെ കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാർ, ശാരീരികമായിട്ടുള്ള അധ്വാനം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ. ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാർക്ക് ഒരുപോലത്തെ ഫുഡ് അല്ല കഴിക്കേണ്ടത്. ദേ നീഡ് മോർ ഫുഡ്. ദോസ് ആർ വർക്കിംഗ് ഹാർഡ്, ദേ ഹാവ് ടു ടേക്ക് മോർ ഫുഡ്. നമ്മളെക്കാൾ ഇപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ കഴിക്കുന്ന അത്രയും ഫുഡാണ് നിങ്ങളുടെ ഫാദർ കഴിക്കുന്നത്? നോ, ദേ ഈറ്റ് മോർ, ഇസ്ന്റ് ഇറ്റ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യു ഈറ്റ് ലിറ്റിൽ ബിറ്റ് ബട്ട് യുവർ ഫാദർ ഈറ്റ് മോർ ദാൻ ദാറ്റ്. ദേ വർക്ക് ഹാർഡ്. അവർ നിങ്ങളെക്കാൾ കൂടുതൽ ജോലി ചെയ്യുന്നു, അവർ നിങ്ങളെക്കാൾ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അവന് കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു. എ സ്മോൾ ചൈൽഡ് ഈറ്റ് എ ലിറ്റിൽ ബിറ്റ് only, ബട്ട് യു ഈറ്റ് ലിറ്റിൽ മോർ ദാൻ ദാറ്റ്, isn't it? Like that way. The balanced food amount is different in each person according to their age, sex, and the type of work they do. For example, some ladies, those who are pregnant ladies, they need more vitamins and all. അവരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് കഴിക്കരുതാത്ത ചില ഫുഡ് ഉണ്ട്. അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത്, ഗർഭിണികളായിരിക്കുന്ന സമയത്ത്, അതിന്റെ കുഞ്ഞുങ്ങളുള്ള ആ സമയത്ത്, അവരെ ബ്രീഡ് ചെയ്യുന്ന സമയത്ത്, കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്ന സമയത്ത്, കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന സമയത്തൊക്കെ അമ്മമാർക്ക് കൂടുതൽ വിറ്റമിൻ ആവശ്യമാണ്. കാരണം അവരുടെ ആ ഇതിൽ നിന്നാണ് കുഞ്ഞുങ്ങൾക്കും കൂടെ കിട്ടേണ്ടത്, അല്ലെ? ഈവൻ ഇഫ് ദ ചൈൽഡ് ഈസ് ഇൻ ഹർ സ്റ്റൊമക്, വൂമ്പ്, വയറ്റിലാണെങ്കിൽ പോലും അന്നേരം ആ കുഞ്ഞിന് കിട്ടേണ്ടത് എന്താണ്? അമ്മയിൽ നിന്നുള്ള പോഷകാംശങ്ങളാണ്. ഈവൻ ആഫ്റ്റർ കമ്മിങ് ഔട്ട്, ആഫ്റ്റർ ദ ഡെലിവറി, ദാറ്റ് ചൈൽഡ് ഹാസ് ടു ഗെറ്റ് ഫീഡിങ് ഫ്രം മദറിൽ നിന്നാണ് അതിന്റെ പാല് കുടിക്കുന്നത്. അപ്പൊ മദർ നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ അത് കുഞ്ഞിനും കൂടെ കിട്ടണം, അല്ലെ? അപ്പൊ ആ ഒരു ഇത് മാറി കുറച്ചുകൂടി പ്രായം കഴിഞ്ഞ് കുഞ്ഞൊക്കെ വലുതായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനത്തെ ഡിഫറൻസ് ഉണ്ടാകും. സോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മുലയൂട്ടി വളർത്തുന്ന സമയത്തൊക്കെ അവർക്ക് കൂടുതൽ കെയറിങ് ആവശ്യമാണ് ഫുഡിന്റെ കാര്യത്തില്, മദേഴ്സിന്, അല്ലെ? ഓക്കെ. ഇനി in early childhood, the child grows rapidly. He or she needs more proteins. We know that early childhood le കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം they grow fastly, rapidly. അവർ വളരുന്ന ഒരു പ്രായമാണ്. അപ്പൊ അവർക്ക് എന്താ? they need more proteins. കൂടുതൽ പ്രോട്ടീൻ ആവശ്യമാണ്. ആ ഒരു വളരുന്ന പ്രായത്തിൽ അതിന്റെ അവരുടെ ഓരോ അവയവങ്ങളും, each and every organ has to grow properly at that age. നിങ്ങൾക്കറിയാം, ബുദ്ധി വളർച്ച ഉണ്ടാകുന്ന സമയം, നിങ്ങളുടെ ഓരോ ശരീരഭാഗങ്ങളുടെയും ഓരോ ഫങ്ഷൻസ് പ്രോപ്പർ ആയിട്ട് നടക്കണമെങ്കിൽ ആ ടൈമിൽ യു നീഡ് മോർ. യു നോ, when you were small child, your mummy used to give you milk. Do you remember that? ചായക്ക് പകരം ചായപ്പൊടി ഇടാതെ മോസ്റ്റ്ലി അമ്മമാര് വളരെ സ്നേഹത്തോടെ കുറച്ച് പാലൊക്കെ കൂടുതൽ തരുമായിരുന്നു നിങ്ങൾ സ്മോൾ ചൈൽഡ് ആയിരുന്നപ്പോ. ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല. സം ഓഫ് യു ആർ മേ ബി ഗെറ്റിംഗ്, സം മേ നോട്ട് ബി ഗെറ്റിംഗ്, അല്ലെ? അപ്പൊ അമ്മ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലേ പോലും അമ്മ എന്ത് ചെയ്യും? ഷീ യൂസ് ടു കം ബിഹൈൻഡ് ഓഫ് യു ആൻഡ് ഷീ യൂസ് ടു ഫീഡ് യു. നിങ്ങളെ പുറകെ നടന്ന് തീറ്റുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ചെയ്യാറുണ്ടോ? ഇഫ് യു വാണ്ട് ഈറ്റ്, അതർവൈസ് കീപ് ഇറ്റ് ദർ, ഷീ വിൽ ടെൽ, isn't it? വേണേ കഴിച്ചിട്ട് പോന്ന് പറയും ഇപ്പം, അല്ലെ? ഇപ്പൊ നിങ്ങൾ കുറച്ചുകൂടെ വളർന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ഭക്ഷണം കഴിക്കേണ്ടത് ആവശ്യകത, പക്ഷെ യു ആർ കോൺഫിഡന്റ്. അതായത് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് അറിയാം എന്താണ് ഞാൻ ഭക്ഷണം കഴിച്ചില്ല എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ ചൈൽഡ് ഡസനോ, ബട്ട് കുട്ടിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് കുട്ടി കഴിക്കാൻ ശ്രമിക്കാറില്ല. പക്ഷെ ആ കുട്ടി കഴിച്ചിരിക്കണം, അതുകൊണ്ട് മദർ കെയർ ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ കഴിക്കാന്നുള്ളതാണ്. ഓൾറെഡി യു ആർ 10 years old, I think, അല്ലെ? അങ്ങനെയൊക്കെ ചെയ്യും. Anyway, in early childhood, child grows rapidly. He or she needs more proteins. Nursing mothers and pregnant women also need more proteins to serve the needs of the growing baby. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്. പ്രഗ്നന്റ് വുമൺ ആൻഡ് നഴ്സിംഗ് മദർ. നഴ്സിംഗ് മദർ എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്? കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടം, കുഞ്ഞുങ്ങളെ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത്. അതായത് ഒരു ഈവൻ 4-5 വയസ്സ് വരെയൊക്കെ കുഞ്ഞുങ്ങളുടെ പുറകെ നടന്ന് അവർക്ക് അറിയില്ല ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് എന്തൊക്കെ കഴിക്കണം അങ്ങനെയൊന്നും അറിയത്തില്ല. അപ്പൊ അവര് കിട്ടുന്നൊക്കെ വേണം തിന്നു വരും. പക്ഷെ അവർക്ക് കൂടുതൽ പ്രോട്ടീൻ ഒക്കെ അടങ്ങിയിരിക്കുന്ന ഫുഡ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ അമ്മയ്ക്കറിയാം. പിന്നെ അതുപോലെ ഈ കുഞ്ഞുങ്ങൾ അമ്മയുടെ പാല് കുടിക്കുന്ന സമയത്ത് അമ്മ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് നല്ല കുഞ്ഞിന് കിട്ടുന്നത്, അല്ലെ? So at that time she need more balanced food. For what? For the growing baby.
Next, hard working labor needs more energy. For example, people those who are working in the field or porters. Porter means what? Loading in alkariana. Loading are in the getting chomataka alkara. Porters. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമുക്കറിയാം ഭയങ്കര കഠിനത്വമാണ്. നിങ്ങൾ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കണ്ട ചില ജോലികളൊക്കെ ഭയങ്കര കഠിനമായിട്ടുള്ള കല്ലിന് പണിയുന്നത്. നിങ്ങളുടെയൊക്കെ പേരൻസ് ചിലവര് മേസ്തിരി പണി എടുക്കുന്നവരുണ്ടാകും, ചിലവര് പറമ്പില് കിളയ്ക്കുന്നവരുണ്ടാകും, പിന്നെ ഹാർഡ് ആയിട്ടുള്ള പണി ചെയ്യുന്നവരുണ്ടാകും. നിങ്ങൾക്ക് അറിയാം വാട്ട് യുവർ ഫാദർ ഈസ് ഡൂയിങ്. അപ്പൊ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ദേ നീഡ് മോർ എനർജി ഗിവിംഗ് ഫുഡ്. അവർക്ക് ഫിസിക്കൽ എഫേർട്ട് മോർ ആണ് കമ്പയർഡ് ടു എ പേഴ്സൺ വൺ ഹു ഇസ് വർക്കിംഗ് ഇൻ ദ ഓഫീസ്. ഇപ്പൊ ടീച്ചർ ഇവിടെ ഇരുന്ന് പഠിപ്പിക്കുന്നു, ടീച്ചർ രാവിലെ മുതൽ ഇത് ചെയ്യുന്നുണ്ട്, പക്ഷേ ഐ ഡോണ്ട് വാണ്ട് മച്ച് എനർജി നൗ. ഇപ്പൊ എനിക്ക് കൂടുതൽ എനർജി ആവശ്യമില്ല, ബിക്കോസ് ഐ എം നോട്ട് ഡൂയിങ് ദാറ്റ് ഹാർഡ് വർക്ക് ലൈക്ക് ലേബേഴ്സ്. മറ്റു ലേബേഴ്സിനെ പോലെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല അല്ലെ. അങ്ങനെ ഓഫീസിൽ ഇരിക്കുന്നവർക്കൊക്കെ ദേ മേ ബി സിറ്റിംഗ് ഓർ ദേ വിൽ ബി സിറ്റിംഗ് ആൻഡ് ഡൂയിങ് ദ ജോബ്സ്. അങ്ങനെ ചെയ്യുന്നവരായിരിക്കും കൂടുതൽ അല്ലെ. സോ ബട്ട് പീപ്പിൾ ദോസ് ഹു ആർ വർക്കിംഗ് ഹാർഡ്ലി they need a more energy giving food. Next, table of 2-3 gives an example of balanced diet for a 12-year child. Here one balanced table is given. It is a list of 12 years old child. 12 വയസ്സായ കുട്ടിക്കുള്ള ഒരു ചാർട്ട് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. How much do he need? First one, cereals. അപ്പൊ നിങ്ങൾ ഏകദേശം 11-12 years old ആയിട്ടുള്ള കുട്ടികളാണ് അല്ലേ. How many of you are 12? 1, 2, 3. 3 are 4. 4 are 5. 5 are 12 years. And others are 11, I think. 11 or 12. Nijad also. Okay, good. Now see how much. See, this is നിങ്ങളുടെ ഫുഡിനെ കുറിച്ചുള്ള ഒരു ചാർട്ട് ആണ്. See, cereals per day കഴിക്കേണ്ടതാണ്. ഒരു ഡെയിലി ബാലൻസ്ഡ് ആണ്. ബാലൻസ്ഡ് ആയിട്ട് 320 gram of cereals you should eat. Cereals എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? റൈസ് വീറ്റ് അങ്ങനെയുള്ളത് 320 gram. ആൻഡ് ക്വാണ്ടിറ്റി നോൺ വെജിറ്റേറിയൻ ആണെങ്കിലും അത് തന്നെയാണ് 320. നിങ്ങൾ ഇവിടെ ആരെങ്കിലും വെജിറ്റേറിയൻ ആയിട്ടുള്ള ഉണ്ടോ? അതായത് വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നോൺ വെജിറ്റേറിയൻ ആണെന്ന് തോന്നുന്നു അല്ലേ. എല്ലാവരും ചിക്കനും ബീഫും എഗ്ഗും ഒക്കെ കഴിക്കുന്നവരല്ലേ? ഓക്കെ, ഗുഡ്. അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ ടേബിൾ നോക്കിയാൽ മതി. അതാണ് നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചാർട്ട്. ഫസ്റ്റ് വണ്ണില് വെജിറ്റേറിയൻ പീപ്പിളിന് വേണ്ടിയിട്ടാണ്. അതായത് ദേ വിൽ നോട്ട് ഗെറ്റ് ഫാറ്റ് ആൻഡ് അതർ തിങ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഓൾ ഫ്രം അനിമൽ ഫുഡ്. അനിമൽ ഫുഡിൽ നിന്നുള്ള ഫാറ്റൊന്നും കിട്ടാത്തവരാണ്. അവർക്ക് ചില കാര്യങ്ങളിൽ വ്യത്യസ്തത ഉണ്ടായിരിക്കും. പക്ഷെ നോൺ വെജിറ്റേറിയൻ ലിസ്റ്റിൽ നോക്കുക. പൾസസ് റൈസ് 100. ഇവിടെ ഈ 320-ല് റൈസ് 160 gram ആൻഡ് വീറ്റ് 160 gram. ഇതിപ്പോ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഡെയിലി 160 gram റൈസ് തിന്നണം, 160 gram വീറ്റിന്റെ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും നമ്മൾ എല്ലാ ദിവസവും റൈസ് തന്നെയായിരിക്കും കഴിക്കുന്നത്. ചിലപ്പോൾ നമ്മള് വീറ്റിന്റെ ആയിരിക്കും എല്ലാ ദിവസവും കഴിക്കുന്നത്. സാരമില്ല, എനിവേ രണ്ടും ഈക്വൽ ആയിരിക്കും, കുഴപ്പമില്ല. നമുക്ക് 116 തന്നെ വേണമെന്നില്ല, 320 എനിവേ must be there. Next, pulses 70 gram. For us 60 gram enough. നമുക്ക് 60 gram മതി, കാരണം പ്രോട്ടീൻ നമുക്ക് വേറെ കിട്ടുന്നുണ്ട് മീറ്റിൽ നിന്നൊക്കെ. നെക്സ്റ്റ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾ. ഗ്രീൻ ലീഫി വെജിറ്റബിൾ ഫോർ നോൺ വെജിറ്റേറിയൻ പീപ്പിൾ 100 gram നീഡഡ്. ബിക്കോസ് നമ്മൾ എല്ലാ ദിവസവും ചിലപ്പോൾ കഴിച്ചെന്ന് വരികയില്ല. ഇഫ് യു ഹാവ് എഗ് കറി or if you have beef curry, if you have a chicken curry, you may not take any vegetable curry then, isn't it? Correct or not? If your mother has prepared chicken curry today, with that you will not take a vegetable curry, you will eat only chicken. അങ്ങനെയല്ല ചെയ്യുന്ന സാധാരണ. അമ്മ ചിക്കൻ ഉണ്ടാക്കുന്ന ദിവസം നിങ്ങൾ പിന്നെ പച്ചക്കറി അതൊന്നും ഇനി വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞ് ഇത് മാത്രം കഴിക്കുന്നതാണ്. ഓക്കെ അല്ലെ? 100 gram we need. Next, other vegetables. Leafy vegetables allade mattu vegetables. Leafy vegetables means spinach, cabbage, like that way all. Other leaf like pumpkins, drumstick leaf, അങ്ങനെയുള്ള മുരിങ്ങയുടെ ഇല, മറ്റേ എന്താ പറയണ്ടേ പയറിന്റെ ഇല, മറ്റേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ just as keep that phone. ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഫോണാണോ അത്? അല്ലല്ലോ. അത് 100 gram per day.
Then other vegetables how much? 75 grams. Then fruits 50 gram for both. Rendu തരത്തിലുള്ള ആൾക്കാർക്ക് 50 gram only. Next milk 250 grams for both. Then fat 35 gram. 35 gram ആണ്. Sugar or jaggery. What is jaggery? Jaggery means what? ആർക്കറിയാവുന്ന ജാഗരി എന്ന് പറഞ്ഞാൽ എന്താന്ന്? ജാഗരി എന്ന് പറഞ്ഞാൽ ആർക്കറിയാവുന്നേ? ആർക്കും അറിയത്തില്ലേ? മറ്റേ കൽക്കണ്ടത്തിന്റെ വേറെ സാധനല്ലേ, എന്തോ അല്ലേ? വെല്ലം. വെല്ലം എന്ന് പറയും, ചിലവരെന്താ ശർക്കര എന്ന് പറയും. അപ്പൊ കൽക്കണ്ടം നമ്മൾ ആ വൈറ്റ് അത് ഷുഗറിന്റെ ഇത് തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് വൈറ്റ് കാൻഡി ആണ്, കാൻഡി കൽക്കണ്ടം. പിന്നെ ഇവിടെ ജാഗരി എന്ന് പറഞ്ഞാൽ വെല്ലമാണ്. വെല്ലം എന്ന് പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്? വെല്ലം നിങ്ങൾ ഓരോരുത്തർ ഓരോ വെല്ലം അറിയും. ഞങ്ങള് പറയുന്നത് വെല്ലം എന്നാണ്. വെല്ലം എന്ന് പറഞ്ഞാൽ മനസ്സിലായവരൊന്ന് കൈപൊക്കിക്കേ. ചിലവര് വെല്ലം മനസ്സിലായി. ഷാനിഫിന് മനസ്സിലായോ? മനസ്സിലായി. ശർക്കര എന്ന് ചിലര് പറയും. ഓക്കെ, എനിവേ അതായത് 35 gram. നെക്സ്റ്റ് മീറ്റ്, ഫിഷ് ഓർ എഗ്. ദാറ്റ് മീൻ നോൺ വെജിറ്റേറിയൻസ് കഴിക്കത്തില്ല. നോൺ വെജിറ്റേറിയൻസ് 30 gram and 1 egg. 30 gram or 1 egg. ഏതെങ്കിലും ഒന്ന് മതി. Understand? Yes. Yeah. വസുദേവത ജാഗരി കൊണ്ടുവന്നിട്ടുണ്ട്. Can everybody see Vasudev's jaggery? വെള്ളം കണ്ടോ? ഓക്കെ. നിങ്ങളുടെ വീട്ടില് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ അമ്മ അതിലൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ജാഗരി. കണ്ടിട്ടില്ല നിങ്ങള്? ഓക്കെ, ഗുഡ്. Anyway, so I want Adira. Adira, please unmute. Adira ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വേഗം. സമയം നമുക്ക് പോവുകയാണ്. അൺമ്യൂട്ട് ചെയ്തിട്ട് ഈ ലിസ്റ്റ് ഒന്ന് വായിച്ചാൽ. നോൺ വെജിറ്റേറിയന്റെ മാത്രം വായിച്ചാൽ മതി. പൾസസ് എത്ര വേണം? പൾസസ് 70 gram. Okay. Before that 70. This one cereals എത്ര ഗ്രാമാണ്? ധാന്യങ്ങൾ, റൈസ് ആൻഡ് നോൺ വെജിറ്റേറിയൻ മാത്രം വായിച്ചാൽ മതി. വെജിറ്റേറിയൻ നിങ്ങൾ വെജിറ്റേറിയൻ അല്ലാത്തത് കൊണ്ട് നിങ്ങൾ വായിക്കണമെന്നില്ല. 60 gram green leafy vegetables. Adina, please. How much? Cereals how much? മനസ്സിലായില്ല മിസ്സേ. സീരിയൽ എത്ര ഗ്രാം ആണ് വേണ്ടത്? 320. Okay. Next one, read. Pulses 60 gram. അടുത്ത വായിച്ചോ, വേഗം വായിക്കേ. Leafy vegetables 100 gram. Other vegetables 75 gram. Fruits 50 gram. Yes. And milk 250 gram. Fat 35 gram. Sugar or jaggery 35 gram. Meat, fish or eggs 30 gram or 1 egg. Okay, 30 gram. ഇനി ഒരു കാര്യം കൂടെ പറയാൻ. ചിലവർ കുട്ടികൾക്ക് എന്താ ശ്രീവിഷ്ണു പറഞ്ഞു. ശ്രീവിഷ്ണു എന്താ പറയാൻ വേണ്ടിയാണ് ഹാൻഡ്? ക്ലിയർ ഇല്ല മിസ്സേ. ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണോ? ക്ലിയർ ഉണ്ട്. ഓക്കെ, മോനെ ഒന്ന് ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരിക്കും മോനെ. എന്തായാലും ഫോണിന്റെ നെറ്റിന്റെ കംപ്ലൈന്റ് ആയിരിക്കും. ഓക്കെ, അനൗസി, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 12 year ചൈൽഡിന്റെ ഒരു ലിസ്റ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ബാലൻസ്ഡ് ഡയറ്റിന്റെ. നിങ്ങൾക്ക് എത്രത്തോളം ഫുഡിന്റെ എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളതാണ്. പക്ഷെ ഇത് എല്ലാവരിലും സെയിം ആയിരിക്കില്ല. ബിക്കോസ് സം ചിൽഡ്രൻ മേ ബി ഹാവിങ് സം ഡിസീസസ്. ചില കുഞ്ഞുങ്ങൾക്ക് ചില അസുഖങ്ങളുള്ള കുട്ടികളുണ്ട്, എന്തെങ്കിലും അസുഖങ്ങളുള്ള കുട്ടികൾ. സോ ദർ വിൽ ബി എ വേരിയേഷൻ അക്കോർഡിംഗ് ടു ദ ഫിസിക്കൽ സ്ട്രക്ചർ. അതായത് അവരുടെ ശാരീരിക അവസ്ഥ, അതായത് ഹെൽത്തിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളത് ആണെന്നൊരിക്കല്, അസുഖങ്ങളുള്ള കുട്ടികളാണെങ്കിൽ ഈ രീതിയിലായിരിക്കും ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. സം ദേ ഹാവ് ടു ടേക്ക് മോർ ഫുഡ് മീൻസ് ഇതിലേതെങ്കിലും ഒക്കെ കൂടുതൽ കഴിക്കേണ്ടതായിട്ട് വരുന്നതുണ്ടാവും. ചിലവർക്ക് സം ഹാവ് ടു റെഡ്യൂസ്. ഫോർ എക്സാമ്പിൾ, പാല് കുറേയും കൂടെ കുടിക്കേണ്ടത് ഈ 250 gram അല്ല, അതിൽ കൂടുതൽ കുടിക്കാൻ പറയും.
അതായത് അവരുടെ അസുഖത്തിന്റെ അല്ലെങ്കിൽ ശാരീരിക ഫിസിക്കൽ ആയിട്ടുള്ള അവസ്ഥയിൽ ബേസ് ചെയ്തിട്ട്. ഓക്കെ, ചിലവരോട് പറയും ഡോണ്ട് വാണ്ട്, അപ്പം ചിലർ പറയും ഇറച്ചി മീനൊക്കെ ഒഴിവാക്കാൻ പറയും. അല്ലെങ്കിൽ ചില വെജിറ്റബിൾസ് കഴിക്കേണ്ടെന്ന് പറയും. കാരണം അത് അവരുടെ അസുഖത്തിന്റെ ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള ഒരു ലിസ്റ്റ് ആണ് ഈ തന്നിരിക്കുന്നത്. നമ്മുടെ ജുമാന ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അവൾക്ക് ഫാറ്റിന്റെ എന്തോ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്തോ ഫുഡ് കഴിക്കുന്നുണ്ടെന്ന്, ഫുഡില് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് ചില വേരിയേഷൻസ് ഉണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് കുക്കിംഗ് ഫുഡ്. Usually we eat cooked food. Not all the food we are not cooking. For example, we are not cooking fruits and all. But most of the food we eat as cooked food only. Food such as vegetables, cereals and meat are cooked before eating. Cooking makes the food softer, tasty and easy to digest. Why do we cook the food? We cannot eat rice, raw rice, isn't it? പക്ഷെ നമുക്ക് കഴിക്കാൻ വേണമെങ്കിൽ നമ്മൾ അരിയൊക്കെ തിന്നും അല്ലെ? അരിക്ക് ചുമ്മാ പെറുക്കി തിന്നില്ലേ? അമ്മയൊക്കെ അരി എടുത്ത് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് പോയി 2-3 വാരി തിന്ന സ്വഭാവമില്ലേ നിങ്ങൾക്കൊക്കെ? ഓ, നല്ല പിള്ളേരല്ല. ഉണ്ട് അല്ലേ? ഓക്കെ, തിന്നാം, പക്ഷെ ഇറ്റ് ഈസ് നോട്ട് സോ ടേസ്റ്റി. വി കനോട്ട് ഈറ്റ് മോർ ലൈക്ക് ദാറ്റ് വേ, isn't it? സോ അങ്ങനെ ചിലപ്പം പച്ചക്കറി കഴിക്കുന്ന സമയത്ത് നമ്മൾ ചില പച്ചക്കറികൾ പച്ചക്ക് തിന്നാറുണ്ട്. ഫോർ എക്സാമ്പിൾ കുക്കുംബർ, പിന്നെന്താന്ന് ലേഡീസ് ഫിംഗർ, അങ്ങനെയുള്ളതൊക്കെ തിന്നാറുണ്ട്. ക്യാരറ്റ്, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ തിന്നാറുണ്ട്. എന്നാലും ഒരുപാട് നമ്മൾ അങ്ങനെ പച്ച തിന്നാറില്ല. എന്നാലും നമ്മൾ ഫോർ വാട്ട് വി ആർ cooking makes the food softer, then tastier, easy to digest. So for these 3 reasons, first one, to make it help the food to be softer and to help to digest easily and tastier also. But wrong cooking methods destroy several nutrients in it. ഇനി ഈ കുക്ക് ചെയ്യുന്നതിൽ തന്നെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. റോങ് വേ ഓഫ് കുക്കിംഗ് വിൽ ഡിസ്ട്രോയ് ദ ന്യൂട്രിയൻസ് ഇൻ ദ ഫുഡ്. നമ്മള് ചില ഭക്ഷണങ്ങൾ പെട്ടെന്ന് വേകും. നമുക്ക് ചില വെജിറ്റബിൾസ് ഒക്കെ വേഗം താണ്. ആ വേകുന്ന ഫുഡ് നമ്മൾ കുറേ വെള്ളം ഒഴിച്ചിട്ട് കുറേ സമയം അടുപ്പത്ത് വെച്ചാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? നോ, ഇറ്റ് വിൽ ദാറ്റ് ഫുഡ് വിൽ ലൂസ് ഇറ്റ്സ് ന്യൂട്രിയൻസ്. അതിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് നഷ്ടപ്പെടും ഒരുപാട് സമയം വേവിക്കുമ്പോൾ. ചിലതൊക്കെയാണ് ഈ ഇലക്കറികളൊക്കെ നമുക്കറിയാം ഫാസ്റ്റ്ലി നമ്മൾ അടുപ്പത്ത് വെച്ച് വേഗം തന്നെ അത് വെന്ത് റെഡിയാക്കും. പിന്നെ നമ്മൾ കുറേ സമയം വെച്ചോണ്ടിരുന്ന അതിന്റെ ഇതെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ വീട്ടില്. സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അമ്മ കുറച്ച് വെജിറ്റബിൾസ് മാറ്റി വെച്ചിട്ടുണ്ടാവും. ചിലതൊക്കെ ഫോർ എക്സാമ്പിൾ ടൊമാറ്റോ, ലേഡീസ് ഫിംഗർ, അങ്ങനെയുള്ളതൊക്കെ മറ്റത്തിന്റെ കൂടുതൽ ഒന്നിച്ചിട്ട് വേവിക്കാറില്ല. അത് വെന്ത് കുറെ ആയി കഴിയുമ്പോഴാണ് ബാക്കി ഇതും കൂടി ആഡ് ചെയ്യുന്നത്. കാരണം ഇത് വേഗം വേകും. ലേഡീസ് ഫിംഗർ ഒക്കെ പെട്ടെന്ന് വേകുന്നതാണ്. തക്കാളി, വെണ്ടയ്ക്ക, അങ്ങനെയുള്ളതൊക്കെ അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ കൂട്ടത്തിൽ ഇടുന്നത്. എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടോ നിങ്ങള്? കാരണം അത് വേഗം വെന്ത് ഇനി ഒരുപാട് സമയം അതിന്റെ ഒപ്പം കിടന്ന് വേകുമ്പോൾ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് എല്ലാം വെറുതെ വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് vegetables and fruits should not be washed after cutting or peeling them. This results in the loss of some vitamins and minerals. Washing rice and pulses repeatedly also results in the loss of vitamins and minerals. And see, have you seen your mother washing vegetables and fruits? Vegetables and fruits ഒക്കെ കഴുകുന്നത് കണ്ടിട്ടുണ്ടോ? And when do they wash it? Before or after cutting them? Before cutting vegetables and fruits only we are washing. If we wash after cutting, what will happen? Minerals may lose. നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പൊ നമ്മള് ആപ്പിള് കഴുകിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കഴുകുന്നത്? അല്ല. കാരണം അങ്ങനെ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കഴുകുമ്പോൾ അതിന് അടങ്ങിയിരിക്കുന്ന മിനറൽസ് ഒക്കെ നഷ്ടപ്പെടും. വെജിറ്റബിൾസ് ആദ്യം അതിന്റെ തൊലിയൊക്കെ തൊലി കളയേണ്ടതാണ്. തൊലി കളഞ്ഞിട്ട് അത് വാഷ് ചെയ്യുന്നു. വാഷ് ചെയ്തിട്ട് പിന്നെ അവർ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്താൽ പിന്നെ വാഷ് ചെയ്യത്തില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ? ഓക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടൊമാറ്റോ, പൊട്ടറ്റോ, ഇതെല്ലാം ആദ്യം അവർ വാഷ് ചെയ്യും. അതിനുശേഷം കട്ട് ചെയ്യും. കട്ട് ചെയ്തതിനു ശേഷം ഇതൊക്കെ കഴുകാറുണ്ടോ? നോ. അങ്ങനെ കഴുകുമ്പോൾ പിന്നെ നമുക്കറിയാം ബ്രിഞ്ചാൾ ബ്രിഞ്ചാൾ മറ്റേ സീന് ബ്രിഞ്ചാളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്കും. ഹാവ് യു സീൻ ദാറ്റ്? ഹാവ് യു സീൻ മദർ കട്ടിങ് ബ്രിഞ്ചാൾ? വഴുതനങ്ങ കട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഓക്കെ. ആഫ്റ്റർ കട്ടിങ് ദാറ്റ് ഷീ വിൽ പുട്ട് ഇറ്റ് ഇൻ ദ വാട്ടർ ഫോർ സം ടൈം ബിക്കോസ് ഇറ്റ് ഹാസ് എ സ്റ്റെയിൻ. അതിനൊരു സ്റ്റെയിൻ ഉണ്ട്, കറയുണ്ട്. ആ കറ പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ മറ്റ് വെജിറ്റബിൾസ് ഒന്നും തന്നെ നമ്മൾ കട്ട് ചെയ്തതിനു ശേഷം
കഴുകാറില്ല. So what will happen if we wash after cutting? We will lose the minerals. Then rice, pulses. ഈ സീരിയൽസ് ആൻഡ് പൾസസ് ആണ്. റൈസ് അരി കഴുകിയിട്ടാണ് അമ്മ അടുപ്പത്തിരുന്നത് അല്ലെ? അത് വേവിച്ചിട്ടാണ് കഴുകുന്നത്? No, before cooking we will wash it. And if you going on washing for 5-6 times, what will happen? 5-6 തവണയൊന്ന് കഴുകിക്കൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുന്നത്? ഹരിനന്റെ അരി നിന്റെ അമ്മ കഴുകുന്ന കണ്ടിട്ടുണ്ടോ മോനെ? അരി ചോറ് വെക്കാൻ വേണ്ടിട്ട് അരി കഴുകുന്ന കണ്ടിട്ടുണ്ടോ? How many times she will wash? 10 times? 10 times? 4 തവണ. ഓക്കെ, അത്രയൊക്കെ കഴുകും അല്ലേ? ഓക്കെ. അതാ ഷാനിക്സ് മദർ വാഷസ് 3 times. And Juvana? Yes? Juvana 3 times. Usually 2 or 3 times. 2-3 തവണയൊക്കെയാണ് കഴുകുന്നത്. ഓക്കെ, 2 അല്ലെങ്കിൽ 3 തവണയൊക്കെയാണ് യൂഷ്വലി. ചിലവര് 4 തവണ കഴുകുന്നുണ്ട്. മോർ ദാൻ ദാറ്റ് ഷുഡ് നോട്ട്. അത് ചില അങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ കഴുകി ഇരിക്കണ്ട. കാരണം if we wash again and again, what will happen? It will lose its minerals. ഞാൻ ഓർക്കുന്നുണ്ട്, ചില ആൾക്കാരുണ്ടല്ലോ, അവര് സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന നെല്ല്, അവര് സ്വന്തമായിട്ട് if they have paddy cultivation and they have rice, they may not wash at all. ചിലവരാണെന്നൊരു നെല്ല് കുത്തിയതിന് ശേഷം അവർ സ്വന്തം നെല്ലാണെങ്കിൽ അവർക്കറിയാം they have not used fertilizers or means chemical fertilizers or chemical pest ഒന്നും ഉപയോഗിക്കാത്തതാണെന്നൊരിക്കൽ അവർ ആ അരി കഴുകു പോലും ചെയ്യാറില്ല. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ആൾക്കാർ കഞ്ഞി വെക്കുന്നത്. അതായത് സ്വന്തം നെല്ലായിരിക്കണം, സ്വന്തമായിട്ട് കൃഷി ചെയ്തായിരിക്കണം. ആൻഡ് അവര് കെമിക്കൽ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അതിന്റെ കൃഷി ചെയ്യുന്ന സമയത്ത്. കെമിക്കൽ ഫെർട്ടിലൈസർ ഓർ കെമിക്കൽ പെസ്റ്റ് ഒന്നും ഉപയോഗിക്കാത്തവരാണെന്നൊരിക്കൽ അവര് ചിലവർ കഴുകു പോലും ചെയ്യില്ല. കാരണം അവർക്കറിയാം നമ്മൾ കഴുകുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻസ് എല്ലാം മിനറൽസ്, ന്യൂട്രിയൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം. അതുകൊണ്ട് അവർ കഴുകു പോലും ചെയ്യില്ല. നമ്മൾ എനിവേ വി ആർ നോട്ട് കൾട്ടിവേറ്റിംഗ് പാഡി ഓർ റൈസ് ആൻഡ് ഓൾ, വി ആർ ബൈയിങ് ഫ്രം അതർ ഫാർമേഴ്സ്. അവര് വിൽക്കാൻ വേണ്ടിയിട്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവർ വിൽക്കാൻ കൃഷി ചെയ്യുന്നതിൽ ഓഫ് കോഴ്സ് ദേ വിൽ ബി യൂസിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ പെസ്റ്റ്സ്. So we have to wash, but if we wash more times, what will happen? It will lose the nutrients. Then food should be cooked in just enough water. Cooking in too much water and then throwing the extra water away makes the food lose in nutrients. And you know that most of food is cooked in water. You have to use only sufficient water for that, a little bit of water. Some people will add so much water, and after cooking that they will throw away the water. അപ്പൊ അങ്ങനെ ആ വെള്ളം നമ്മൾ കളയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് വിൽ ബി വേസ്റ്റഡ്. സോ വി ഹാവ് ടു യൂസ് enough water only. Sufficient means a little bit of water, and then if it is necessary we can add. But if it is extra water is there, we have to remove it. If we remove, then what will happen? We will lose the nutrients. Then vitamin C gets destroyed during cooking due to heat. In vitamin C vitamin cook ചെയ്യുന്ന സമയത്ത് ഫുള്ള് നഷ്ടപ്പെടും. അത് കുക്ക്ഡ് ഫുഡിലെ വിറ്റമിൻ സി ഉണ്ടാവില്ല. ദാറ്റ്സ് വാട്ട് വി ആർ നോട്ട് കുക്കിംഗ് ഫ്രൂട്ട്സ് ആൻഡ് ഓൾ. ഫ്രൂട്ട്സ് നമ്മൾ കുക്ക് ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പൊ ഫ്രൂട്ട്സ് കുക്ക് ചെയ്യാത്തത് കൊണ്ട് ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ സി ആണ്. ഇഫ് യു കുക്ക് ദാറ്റ്, വാട്ട് വിൽ ഹാപ്പൻ? വി വിൽ ലൂസ് ദ വിറ്റമിൻ സി. We should therefore eat raw fruits and vegetables to get vitamin C. ഇനി പച്ചക്ക് നമ്മൾ തിന്നാൻ പറ്റുന്ന കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്. ലേഡീസ് ഫിംഗർ, ക്യാരറ്റ്, then what else? കുക്കുംബർ, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് പച്ചക്ക് തിന്നാൻ പറ്റും. Arnand is telling something. I didn't understand that. What is that? Firstly, only 2 more minutes. 1 more minute is left. Okay. So which vitamin loses while cooking? കുക്ക് ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ സി. ഓക്കെ. ഇനി നെക്സ്റ്റ് ഡെഫിഷ്യൻസി ഡിസീസസ്. വാട്ട് ഈസ് ഡെഫിഷ്യൻസി ഡിസീസ്? വി സ്റ്റഡിഡ് ദാറ്റ് if we don't get a correct amount of nutrients, means proteins, vitamins and all, we may have some diseases. So those diseases are called deficiency diseases. നമുക്ക് പ്രോട്ടീന് വിറ്റമിനുകളൊക്കെ ആവശ്യത്തിന് കിട്ടാതെ വരുമ്പോൾ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകും. നമ്മൾ ആ ചാർട്ടിൽ പഠിച്ചതാണ് ഡെഫിഷ്യൻസി ഡിസീസ്. അങ്ങനെ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുന്നത്. ഞാനിവിടെ കുറെ ഇതൊക്കെ എടുത്തായിരുന്നു, പക്ഷെ ഷെയർ സ്ക്രീൻ കാണിക്കാൻ വേണ്ടി. ഫസ്റ്റ്, many people in the world cannot, time is going to be up only not even 1 minute.
എനിവേ ഇത് കട്ടാകും. Many people in the world cannot afford a balanced diet due to poverty. പോവർട്ടി മീൻസ് വാട്ട്? ദാരിദ്ര്യം. നമുക്കൊക്കെ ഇഷ്ടം പോലെ ഫുഡ് ഉണ്ട് കഴിക്കാൻ അല്ലെ? വി ആർ നോട്ട് ഈറ്റിംഗ്. നമുക്ക് ഫുഡ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ നമ്മൾ കഴിക്കുന്നില്ല എന്നുള്ള പ്രശ്നമുള്ളൂ. വേണ്ട വേണ്ട എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ there will be so many people facing poverty without food. അവർക്ക് ഫുഡ് ഇല്ലാത്തത് കൊണ്ട് ദാരിദ്ര്യ അവസ്ഥ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒക്കെ പിക്ചർ അല്ലെ?